ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ ഹാപ്പി ലൈഫ് വിത്ത് ശ്രീ. ഇന്ന് നമ്മളിവിടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു മുട്ട മസാലയുടെ റെസിപ്പിയാണ് കേട്ടോ ഇന്നിവിടെ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിനായിട്ട് നമ്മളിവിടെ എടുത്തിരിക്കുന്നത് ഒരു 4 മുട്ടയാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതൊന്ന് വരഞ്ഞു കൊടുക്കാം. ഇതിന് ചുറ്റും ഇതുപോലെ ഒന്ന് ഓപ്പോസിറ്റായിട്ട് ഇതുപോലെ ഒന്ന് വരഞ്ഞു കൊടുക്കാം. ഇങ്ങനെ ചെയ്യണം എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മസാല പെട്ടെന്ന് മുട്ടയമ്മ പിടിക്കും കേട്ടോ അങ്ങനെ ചെയ്യുമ്പോൾ. ഇനി നമുക്ക് ഒരു പാൻ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തു. അതൊന്ന് ചൂടായി വന്നപ്പോൾ നമ്മൾ അതിലേക്ക് ഫ്ലെയിം ഒന്ന് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ അളവിൽ മുളക് പൊടിയും പിന്നെ ഒരു 1/2 ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തു. എന്നിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ചെയ്യാം കേട്ടോ, അല്ലെങ്കിൽ പൊടി പെട്ടെന്ന് കരിയും. ഇനി നമുക്ക് ഇതൊന്ന് മൂത്ത് വന്നു കഴിഞ്ഞപ്പോൾ അതിലേക്ക് നമ്മൾ വരഞ്ഞ് വെച്ച ആ മുട്ടയില്ലേ അത് 4 അതിലേക്ക് ഇതുപോലെ വച്ച് കൊടുത്തു. ഇതൊന്ന് പതുക്കെ ഒന്ന് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണം. കരിയാതെ പ്രത്യേകം ശ്രദ്ധിക്കട്ടെ, മസാല കരിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റേ മാറിപ്പോവും. അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ ആദ്യമായിട്ട് കാണുന്ന ഫ്രണ്ട്സൊക്കെ ഉണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോയ്ക്ക് താഴെ ലൈക്ക് ചെയ്യാനും മറക്കരുതേ. ഇനി നമ്മളിവിടെ ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് കൊടുത്തു. അതൊന്ന് ചൂടായി വന്നപ്പോൾ അതിലേക്ക് ഒരു 3 ടീസ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തു. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വന്നു കഴിഞ്ഞപ്പോൾ അതിലേക്ക് നമ്മൾ ഒരു 1/2 ടീസ്പൂൺ അളവിൽ പെരിഞ്ജീരകം ചേർത്ത് കൊടുത്തു. ഒരു 2 ടീസ്പൂൺ അളവിൽ വെളുത്തുള്ളി ചെറുതായി കട്ട് ചെയ്തത് ഇട്ട് കൊടുത്തു കേട്ടോ. ഇതൊന്ന് നന്നായിട്ടൊന്ന് വാടി വന്നു കഴിഞ്ഞപ്പോൾ അതിലേക്ക് നമ്മൾ ഒരു 2 പച്ചമുളക് ചെറുതായി കട്ട് ചെയ്തത് ഇട്ട് കൊടുത്തു. അതും കൂടി ഇട്ടിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇനി നമ്മളിതിലേക്ക് ഒരു 2 വലിയ സബോള ചെറുതായി എത്ര ചെറുതാക്കാമോ അത്രയും ചെറുതാക്കിയാണ് കട്ട് ചെയ്തിട്ടുള്ളത്. അതിലേക്ക് കുറച്ച് ഉപ്പും കൂടിയും പെട്ടെന്ന് വഴണ്ട് വരാനായിട്ട് ഒരു 5 മിനിറ്റ് നമ്മളിതൊന്ന് മൂടി വെച്ച് വേവിച്ചെടുത്തേ. ഇപ്പോൾ നമ്മുടെ സബോള ഒന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/2 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തത്. ഇനി നമ്മളിവിടെ കാശ്മീരി ചില്ലിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അത് 1 ടീസ്പൂൺ അളവിൽ കാശ്മീരി ചില്ലിയും 1/2 ടീസ്പൂൺ അളവിൽ എരിവുള്ള മുളക് പൊടിയും ചേർത്ത് കൊടുത്തു. ഇനി ഇതിലേക്ക് മല്ലിപ്പൊടി ഒരു 1/2 ടീസ്പൂൺ അളവിൽ 1 ടീസ്പൂൺ അളവിൽ ചേർത്ത് കൊടുത്തു. ഇനി നമ്മളിതിലേക്ക് നമ്മുടെ കയ്യിൽ ഏത് മസാലയാണോ കയ്യിലുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ചേർത്ത് കൊടുക്കുക. ഇപ്പം ഞാനിവിടെ ചേർത്ത് കൊടുത്തത് ചിക്കൻ മസാലയാണ് ചേർത്ത് കൊടുത്തത്. അത് ഒരു 1/2 ടീസ്പൂൺ അളവിൽ ചേർത്ത് കൊടുത്തു. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുത്തിട്ട് ഒരു 5 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് മൂടി വെച്ച് അതിൻ്റെ ആ പൊടിയുടെ പച്ചപ്പൊക്കെ ഒന്ന് മാറാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ നമ്മുടെ പൊടിയുടെ പച്ചപ്പൊക്കെ മാറി സവോളയും ഒന്നും കൂടി വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ഒരു 2 തക്കാളി അത്യാവശ്യം എളുപ്പമുള്ള 2 തക്കാളി ചെറുതായി കട്ട് ചെയ്തത് ചേർത്ത് കൊടുത്തു. അതും കൂടി ചേർത്തിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുത്തിട്ട് ഇനി നമുക്കൊരു 2 മിനിറ്റ് ഇതൊന്ന് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് മൂടി വയ്ക്കാം. ഇപ്പോൾ നമ്മുടെ തക്കാളിയൊക്കെ ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ഒരു 2.5 ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. നമ്മളിതുവരെ ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായില്ല, അപ്പോൾ അതും കൂടിയും ടേസ്റ്റിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഒരു 5 മിനിറ്റ് ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊന്ന് തിളപ്പിക്കുക. നന്നായിട്ടൊന്ന് തിളച്ച് വന്നു കഴിഞ്ഞാൽ നമുക്ക് തുറന്ന് നോക്കാം കേട്ടോ. ഇപ്പോൾ നമ്മൾ ഒഴിച്ചു കൊടുത്ത വെള്ളവും സവോളയും ഇതൊക്കെ കൂടി ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ച ആ എഗ്ഗില്ലേ, ആ എഗ്ഗിൻ്റെ കളറുണ്ടോ ഇപ്പോൾ തന്നെ അതിലേക്ക് നല്ലതായിട്ട് മസാലയൊക്കെ പിടിച്ച് എരിവൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് മസാലയിലേക്ക് ആ എഗ്ഗ് വച്ച് കൊടുത്തിട്ട് ഇതുപോലെ നമ്മുടെ മസാലയൊക്കെ അതിൻ്റെ മുകളിലേക്ക് ആവാൻ പാകത്തിന് ഇതുപോലെ ഒന്ന് മുക്കി വെച്ച് അതിൻ്റെ മുകളിലേക്ക് കുറച്ച് മസാലയൊക്കെ കൂടി ഇട്ട് കൊടുത്ത് കുറച്ച് കറിവേപ്പിലയും കൂടി അതിൻ്റെ മുകളിലേക്ക് നമ്മൾ വിതറി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് ആ കറിവേപ്പിലയുടെ ആ ഫ്ലേവറും കൂടി കറിയിലേക്ക് ഇറങ്ങാനും മുട്ടയമ്മ നന്നായിട്ട് മസാല പിടിക്കാനും ഒരു 2 മിനിറ്റ് ഒന്ന് മൂടി വെച്ചു ലോ ഫ്ലെയിമിൽ വെച്ച്. ഇപ്പോൾ നമ്മുടെ വളരെ ടേസ്റ്റോടു കൂടിയ മുട്ട മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുതേ. ഇനിയും വീണ്ടും അടുത്തൊരു വീഡിയോയുമായി നമുക്ക് കാണാം. അതുവരയ്ക്കും ബൈ.